ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് കുറച്ച് സ്പെഷ്യൽ വ്ളോഗാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കത് എങ്ങനെ പറഞ്ഞു തുടങ്ങണ്ടേന്നൊന്നും അറിയത്തില്ല. ഞാൻ എന്റെ സ്കൂൾ ലൈഫൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം 10-13 വർഷമായിട്ടുണ്ട്. സ്കൂൾ ലൈഫാണ് അത് തുടങ്ങി. ഇപ്പൊ 13 വർഷത്തിന്റെ ഉള്ളിൽ എന്റെ കൂടെ പഠിച്ചിട്ടുള്ള ഒരു ഫ്രണ്ട്സുമായിട്ട് ഞാൻ അങ്ങനെ കാണലോ അല്ലെങ്കിൽ ഇടപഴകലോ കോൾ കോണ്ടാക്റ്റോ മെസ്സേജോ ഒന്നുമില്ല. അവർക്ക് എവിടെയാണെന്നും അറിയത്തില്ല. അവര് എന്നെയും അന്വേഷിക്കാനോ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാനോ നമ്മളെ പഴയ സൗഹൃദങ്ങളൊന്ന് പൊടി തട്ടിയെടുക്കാനോ ഒന്നും ആരും ശ്രമിച്ചിട്ടില്ല. അതിലെനിക്ക് സങ്കടമൊന്നുമില്ല. കാരണം നമ്മുടെ ലൈഫ് പോകുന്ന പോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പഴയ സൗഹൃദങ്ങളും ബന്ധങ്ങളെല്ലാം ഒരുപോലെ ഇങ്ങനെ കൊണ്ട് നടക്കാനും നമുക്ക് പറ്റത്തില്ല. അവരുടെ ലൈഫിൽ അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും ഒരുപാട് തിരക്കുകൾ കാരണമായിരിക്കാം ചിലപ്പോൾ പഴയ ഒരു സുഹൃത്ത് ബന്ധമൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് നമ്മൾ ആ സമയം ഒന്ന് സ്പെൻഡ് ചെയ്യാനൊന്നും ആരും ശ്രമിക്കാത്തത്. ഈവൻ ഞാനും ഒന്നും ശ്രമിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ഒത്തിരി മിസ്സിംഗ് ഒക്കെ ഉണ്ട് പഴയ ഫ്രണ്ട്സിനെ ഒക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ. അതല്ല ടോപ്പിക്ക്. അതെന്തിനാ ഇവിടെ പറഞ്ഞുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ നമ്മുടെ വ്ളോഗില് മെയിൻ സ്പെഷ്യൽ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് എന്റെ ഉമ്മയുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്നിട്ട് ഇവിടെ ഒരു കുട്ടി പാർട്ടി നടത്തുകയാണ്. മീൻസ് അവര് നടത്തുന്നതല്ല, നമ്മള് അവരിവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വിരുന്നിന് വേണ്ടിയിട്ട്. ഉമ്മയുടെ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏകദേശം അവര് തമ്മിലെല്ലാം കൂടുന്ന 44 വർഷങ്ങൾക്ക് ശേഷമാണ്. അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഉമ്മ 9ാം ക്ലാസ് വരെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ 9ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്റെ സ്കൂൾ ജീവിതം കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും പുറത്തു പോകുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്റെ കൂടെ പഠിച്ച ആരെങ്കിലും ഒക്കെ ഒന്ന് കാണണമെന്നുള്ളത്. ഇന്ന് പറഞ്ഞ് ഞാൻ കേട്ടതാണ്. ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോഴത്തേക്കും അധികം ഉമ്മ ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ വോയിസ് ഒക്കെ അയക്കുന്ന കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇതാർക്കും ഉമ്മ വോയിസ് അയക്കണം? അപ്പോഴാണ് പറഞ്ഞത്, അത് എനിക്ക് എന്റെ കുറെ സുഹൃത്തുക്കളൊക്കെ തിരിച്ചു കിട്ടി ഇത്ര വർഷങ്ങൾക്ക് ശേഷം. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം എനിക്കും കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഞാനും ആ ഒരു സൗഹൃദ വലയം ഉള്ളത് കൊണ്ടാണ് എന്റെ ലൈഫിൽ കുറച്ചൊക്കെ ഒന്ന് മുന്നോട്ട് നല്ല രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊന്നും പങ്കുവെക്കാനോ നമുക്ക് സങ്കടങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളൊപ്പം നിന്ന് നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനൊക്കെ നമുക്ക് സൗഹൃദങ്ങൾ എന്തായാലും വേണം. ഉമ്മക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഉമ്മയുടെ സുഹൃത്തുക്കളെ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി ഞാനാണ്. അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ വീട്ടിൽ അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പകുതി ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടി മെഗലിൽ വന്നതാ. നല്ല ചൂട് കേട്ടോ, ഒരു കാര്യമില്ല കുളിച്ചു നനച്ചിട്ടൊക്കെ. ഞാൻ മെഗൽ വരുമ്പോഴത്തേക്കും ഫുഡും കാര്യങ്ങളൊക്കെ ഏകദേശം ഉണ്ടാക്കി കഴിയാനായി. ഉമ്മയും ഉമ്മയുടെ ഒരു സഹോദരന്റെ വൈഫ്, അതായത് എന്റെ മാമി പിന്നെ എന്റെ ഇക്കാന്റെ വൈഫൊക്കെയാണ് തകർന്ന് മേടുന്ന് പണിയെടുക്കുന്നത്. ഞാൻ ഒന്നും ചെയ്തില്ല നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ചെയ്തു ഗൈസ്. ഞാൻ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അല്ലറ ചില്ലറ ക്ലീനിങ് പരിപാടി. ഞാൻ ആദ്യം പറഞ്ഞു ഉമ്മ എന്നെ കുക്കിങ്ങിന് വിളിക്കരുത് എന്ന് പറഞ്ഞു. ഉമ്മ അവരൊക്കെ തട്ടിയുടെ കുക്കിംഗ് ഒക്കെ നമുക്ക് എന്തെല്ലാം അവർ ഉണ്ടാക്കി എന്നുള്ളതും ഈ വന്ന ആൾക്കാരെയൊക്കെ നമുക്കൊന്ന് കാണാം ഗൈസ്. അങ്ങനെ നമ്മുടെ അടുക്കളയിലുള്ള പരിപാടികളിൽ ഉച്ച സമയത്തൊക്കെ ചായ ഇട്ടിരിക്കുന്ന എന്തിനാ നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഉച്ചയ്ക്ക് ചായ ഇട്ടിരിക്കുന്ന ഉസ്താദിന് കൊടുക്കാൻ അല്ലേ അമ്മ? അല്ലേ? പപ്പടം, മരിച്ചീനി, ചിക്കൻ ഫ്രൈ, ചിക്കൻ ഫ്രൈ. ഇതെന്റെ മാമി മ്യാമി. ഇതെന്തമ്മ? ഇതെന്ത് കറിയമ്മ? ഇത് അച്ഛ ഞാൻ അങ്ങനെ എടുക്കല്ലേ. ബിരിയാണിയാണ് കേട്ടോ നമ്മളൊന്ന് ഉണ്ടാക്കുന്നത്. നമ്മളല്ല, ഇവരൊക്കെ എല്ലാരും കഴിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അവിടെ ആന്റി ഒരാള് അതെയോ? ഇതാണ് എന്റെ ഉമ്മയുടെ സുഹൃത്തുക്കൾ. ഉമ്മനെ പറയാം. എല്ലാം വെച്ച പപ്പടം മാമി പപ്പടം വന്നവര് തന്നെ വിളമ്പി കഴിക്കും. വീട്ടിൽ ഇത്ര ആൾക്കാരുണ്ടായിട്ടും ഉമ്മ ഇവര് വന്നതിന് ശേഷം കുളിക്കാൻ വേണ്ടി പോയി. അതുകൊണ്ടാ. എല്ലാരും ഇല്ലേ? നിങ്ങൾ 9 പേരാ? ഉമ്മ മരിച്ചിനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഇവിടെ ടച്ചിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ ആർക്ക് വേണം? ചിരുന്നോക്ക് കൂട്ടുകാരെയൊക്കെ വന്നിട്ട്. കരയണം ശരിക്കും ഉമ്മ. ഉമ്മ ഇവര് ഗസ്റ്റ് അല്ലേ, ഉമ്മ അല്ലേ വിളമ്പി കൊടുക്കേണ്ടത്. അവരൊക്കെ സ്വന്തമായിട്ട് വിളമ്പി കഴിക്കണം.
മാമ കഴിക്കുന്നില്ലേ? ഇവരൊക്കെ വീട്ടിലെ ബിരിയാണിയുടെ മണം കണ്ടപ്പോ കുറച്ച് പിള്ളേരെ ഗേറ്റിൽ ഇങ്ങനെ തട്ടിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ കൊണ്ടിരുത്തി കൊടുക്കുന്നത്. ഐസ്ക്രീമോ? ഇതെന്താ കല്യാണ വീടാ? സുഹേലെവിടെ? ചോറ് ഇഷ്ടപ്പെട്ട താത്തേണ് ഉണ്ടാക്കിയേ? ഷെമിമേ, ചോറ് ഇഷ്ടപ്പെട്ട താത്തേണ്? അടുക്കളയിൽ ആരോ നിന്ന് എടുപ്പത് പണിയാ. മാമി എന്തിന്ന്? ഇതാണ് നമ്മളെ കുടുംബത്തിലെ അടുക്കള ജാനു. ജാനു, ഇത് നമ്മുടെ ഫാമിലിയിലെ തവിട് കൊടുത്തെടുത്ത സാധനം. ഇത് നമ്മൾ തവിട് കൊടുത്ത് വാങ്ങിച്ച എന്റെ ആങ്ങളയുടെ ഒരേ ഒരു ഭാര്യ. ഇളയ ആങ്ങളയുടെ ആണ് കേട്ടോ, ഇളയ ആങ്ങളയുടെ. മൂത്തത് സിംഗിൾ പസംഗയാണ്. മൂത്ത ആൾക്ക് വേണ്ടിയിട്ടുള്ള കല്യാണാലോചനകൾ ഞങ്ങൾ തരുന്നു. ഇതാണ് മൂത്താങ്ങള. നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. കല്യാണാലോചനയ്ക്ക് വേണ്ടിട്ട് കൊടുക്കുന്നത് അനുയോജ്യമായ വിവാഹാലോചനകൾ 2022 ആണെങ്കിൽ നമുക്കൊരു ക്രിക്കറ്റ് ഒക്കെ കളിച്ചിറങ്ങാന്ന്. ഈ ആങ്ങളൊക്കെയാണ് നമ്മൾ വിവാഹാലോചന നോക്കുന്നത്. യോഗ്യതയുള്ള ചെറുപ്പക്കാരികൾ ഉമ്മയുമായി കോണ്ടാക്ട് ചെയ്യേണ്ടതാണ്. ഉമ്മയുടെ നമ്പർ. നിങ്ങക്ക് ഇപ്പൊ 13-14 വയസ്സോ? 14 വയസ്സുള്ള ചെറുപ്പക്കാരികളാ. വെക്കേഷന് ഒത്തുകൂടിയതാ. ഇവരെ കൂട്ടത്തിൽ ഇനി വരാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഗൾഫിലാണ് ഗൈസ്. അവര് വീഡിയോ കോൾ ചെയ്ത്. സഹോദരനാണ്, ഭീമ കണ്ണന്റെ സഹോദരൻ. ഇനി കൊടുത്തോ? മോളെ കാണിച്ചോട്. ജിമാകന്റെ മോളെ. ഓക്കെ ഓക്കെ. ആണോ? ഓക്കെ. ജിമാകന്റെ മോനെ കാണിച്ചോട്. ജിമാകന്റെ മൂത്ത മോനാണ്. മൈ ഗോഡ്, ഇതെന്താന്ന് ആർക്കെങ്കിലും അറിയോ? ഇത് പാഷൻ ഫ്രൂട്ട് ആണ്. മധുരം കഴിക്കാത്ത ആരാ? മധുരം കഴിക്കാത്ത എന്റെ മോനെ കുറച്ച് കഴിച്ചു. ഒരു സ്പൂൺ ഇച്ചിരി ട്രൈ ചെയ്ത് നോക്ക്. വായിലിട്ടോ. പഞ്ചസാര ഉണ്ട് കേട്ടോ. ഒരു റൗണ്ട് ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞു. സെക്കൻഡ് റൗണ്ടിലോട്ട് ഞങ്ങൾ കിടക്കുകയാണ്. കാറ്റ് കൊള്ളൂ. അല്ലല്ല, ഇങ്ങോട്ട് വന്നാ കാറ്റ് കിട്ടും. മനസ്സിലുണ്ടല്ലേ? മനസ്സിൽ ബാക്കിയൊന്നുമില്ലേ? അയ്യോ, ഞാൻ വെളുത്തു വേർത്തിട്ട്. എന്തൊരു സൗന്ദര്യം. ഷെഫി ഇരിക്കും. എനിക്കൂടെ കളപ്പിട്ട. ചൂടാറിയിട്ടുണ്ടാവില്ല മാമി. വിളമ്പി ചോറൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഷെഫേ, കഴിക്ക്. ബീഫൊന്നും ഞാൻ പൊതുവെ കഴിക്കത്തില്ല. പക്ഷെ ഇന്ന് ഉമ്മ ബീഫ് ബിരിയാണി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ കപ്പ ഉണ്ടായിരുന്നു. കപ്പ വേണ്ട. അവരുടെയൊക്കെ സമയമല്ലേ 40-45 വർഷം പരിപാടി. എനിക്കിതുവരെ എന്റെ ഫ്രണ്ട്സിനൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇത്ര വർഷമായി, 13 വർഷം. ഇപ്പോഴായിട്ട് കണ്ടുമുട്ടിയതാ, കൂട്ടിമുട്ടിയതാ. ഗ്ലാസ് ഒരു തുള്ളി ടേസ്റ്റ് നോക്കട്ടെ.
വായില് ഒഴിച്ചിട്ട് ചോദിക്കണ്ട, ഇറക്കണ്ടേ, കൊള്ളാം. ഇത് വീട് ഡോക്ടർ ആശുപത്രി പോകുമ്പോ വായില് പനിയുടെ മരുന്ന് വെച്ചിട്ട് വായ കാണിക്കമ്മ പനിയുണ്ടോ നോക്കാം. മൂക്കിൽ കൂടെ ഇത് ഗ്ലാസ്സിൽ ഒഴിക്കാനാ? ഇത് നോക്കരുത്, ഗ്ലാസ്സിൽ ഒഴിക്കാൻ തേങ്ങ എന്തോ അത് ഇരിക്കട്ടെ. ഇപ്പല്ലേ ഞങ്ങള് കഴിച്ചു കഴിഞ്ഞാലും മമ്മി ഉച്ച വെക്ക ഞങ്ങള്. ഞാനാണ് ഇവിടെ ഭാരിച്ച പണിയൊക്കെ എടുക്കുന്നത്. അതായത് ഭയങ്കര ഭാരം ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഉമ്മക്ക് ജ്യൂസ് വേണം. തമ്മാൻ കുടിക്കുന്നില്ലായിരുന്നു. പശുവിന് നിർത്തിപ്പിക്കുന്ന ഇവിടെ എല്ലാത്തിനും പാല് ഉപയോഗിക്കും. പാലിനൊക്കെ വില കൂടിയില്ലേ? 3 റുപ്യ കൂടി. ഷുഗർ കഴിക്കാത്ത 2 മാമിമാർക്ക് നമ്മൾ അവതരിപ്പിക്കുന്നു. പഞ്ചാബില്ലാത്ത കഞ്ഞിമ ആക്കളയില്ല പുതിയ ഇത് ഉമ്മാടെ ഒരു ഫ്രണ്ടിന്റെ മകളാ. ഇത് ഇക്കാടെ വൈഫാ, ലാസ്റ്റത്തെ 2ാമത്തെ ഇക്കാടെ. അല്ലാതെ നാട്ടിൽ വരുമ്പോ വായോട്ടാ വീട്ടില്. ആന്റിയുടെ കൂടെ വരണേ നാട്ടിൽ വരുമ്പോ. ഉമ്മയുടെ വൈകി വന്ന 2 സുഹൃത്തുക്കളാണ്. ഉച്ചയ്ക്ക് ശേഷം വന്നവരാ. പക്ഷെ മരച്ചിനിയുടെ കൂടെ ചമ്മന്തി ഒന്നും ഇല്ലാണ്ടായിപ്പോ നിങ്ങക്ക്. വരുമ്പോ അച്ഛൻ എങ്ങനെ കഴിക്കും? നിങ്ങൾ എങ്ങനെ വന്നേ? ബസ്സിലാ? കാറിലാ വന്നേ? ഇവരൊക്കെ പേര്? കുഞ്ഞുമോൾ ഹോസ്പിറ്റലില്. ആന്റിയുടെ ഭയങ്കര ഡിഫിക്കൽട്ട് ടൈം. എന്ത് മിസ്സി. ഇനി ചെക്കന്റെ വീട്ടുകാരുടെ ബോഡി ഷോ അല്ല, ഇനി ഇവരുടെയൊക്കെ ഒരു ഗാനമേള, ഡാൻസ് എല്ലാം കണ്ടിട്ട് പിരിയാന്ന്. ആര് പാട്ട് പാടാൻ പോന്നേ? ദുആ അല്ല. സൂപ്പർ സൂപ്പർ സൂപ്പർ. അടിപൊളി 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 അടിപൊളി. പാടൂ പാടുന്നേ.
എല്ലാവർക്കും അനുഗ്രഹം കിട്ടാനൊരു പാട്ട്. അനുഗ്രഹത്തിൽ പൂമഴ പൊഴിയൂ ആകാശത്തിൽ നിന്നും ദൈവമേ, അഞ്ജലി പൂപ്പി നിൽപ്പൂ ഞങ്ങൾ ആരാധ്യമാം തിരുസന്നിധിയിൽ. അനുഗ്രഹത്തിൽ പൂമഴ പൊഴിയൂ ആകാശത്തിൽ നിന്നും ദൈവമേ, അഞ്ജലി പൂപ്പി നിൽപ്പൂ ഞങ്ങൾ ആരാധ്യമാം തിരുസന്നിധിയിൽ. അനുഗ്രഹത്തിൽ പൂമഴ പൊഴിയൂ. നീ തീർത്ത ശ്രീകോവിലാണ് ലോകം, നീ കാത്തിടുന്നൊരു ദിവ്യ ഭവനം, നിന്നോടുകൂടെ കുടി പാർത്തിടുന്നു നിന്നോമൽ പിഞ്ചുകിടാങ്ങൾ ഞങ്ങൾ. അനുഗ്രഹത്തിൽ പൂമഴ പൊഴിയും ആകാശത്തിൽ നിന്നും ദൈവമേ, അഞ്ജലി പൂപ്പി നിൽപ്പൂ ഞങ്ങൾ ആരാധ്യമാം തിരുസന്നിധിയിൽ. ക്ഷണിച്ചിരിക്കുകയാണ്. എന്തുവാ? നാട്ടിലുണ്ടെങ്കിൽ വരണം. ഉറപ്പായിട്ട് തിരിച്ചാണോ മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. ശരറാന്തൽ തിരിത്താണോ മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. മകരമാസ കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു. മകരമാസ കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു. വരികില്ലേ നീ? അലയുടെ കൈകൾ കരുതും തരിവളയണിയാൻ വരികില്ലേ? അലയുടെ കൈകൾ കരുതും തരിവളയണിയാൻ വരികില്ലേ? ശരറാന്തൽ തിരിത്താണോ മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. കരയുടെ നെഞ്ചിൽ പടരും തിരയുടെ ഗാനം കേൾക്കില്ലേ? ശരറാന്തൽ തിരിത്താണോ മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. പാട്ടും കച്ചേരി എല്ലാം കഴിഞ്ഞു. കറണ്ട് പോയതുകൊണ്ട് എല്ലാരും പുറത്തിരുന്ന് ചായ കുടിക്കാൻ വേണ്ടിട്ട്. സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെ മുള്ളു കുത്തു. അതിന്റെ ഇടയിൽ പോയിരുന്നാല് മുള്ളു കുത്തു. അടിയാ അവിടെ. റോസ എല്ലാ ദിവസവും ഇവിടെ പിടിക്കുന്നുണ്ടല്ലോ. ഇന്നത്തോടുകൂടി നമ്മളെ റോസ ചെടി ഇവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറയുന്നുണ്ട്. വേറെ എന്ത് ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഇന്ന് റോസ ചെടി ഇവിടെ നിന്ന് കാലിയാകുന്നു. എല്ലാ ലക്ഷണങ്ങളും കാണുന്നു. പറിച്ച് കൊടുമ്മ. അല്ല, ഇത് എല്ലാ ദിവസവും പിടിക്കുമ്പോ ഇങ്ങനെ പറിച്ചിട്ട് ആർക്ക് കൊടുക്കണം എന്ന് പറയും. റോസ് ചെടി അല്ല, പൂവ്. എല്ലാരും അവരവരുടെ തലയിൽ ഓരോന്ന് വെച്ചിട്ടുണ്ട്. ഗംഗുബായി ആണ് എല്ലാരും. ഗംഗുബായി. അതെ, അവിടെ തന്നെയാ ഗംഗുബായി വെക്കുന്നേ. വെറുതെ കുത്തി വെച്ചാ മതി. നമ്മളെ വീട്ടിൽ സ്ലൈഡ് ഇല്ല. അമ്മ വിൽക്കുന്നുണ്ടോ അമ്മ? ഉമ്മ വേറെ ആര് ചോദിച്ചാലും കൊടുക്കത്തില്ല. ഒരു പൂവൊക്കെ കൊടുക്കും, പക്ഷെ ചെടിയൊന്നും ഉമ്മ അങ്ങനെ കൊടുക്കത്തില്ല. പക്ഷെ ഉമ്മയുടെ കൂട്ടുകാരികളായതുകൊണ്ട് ഉമ്മ ആ മുട്ട അടിച്ച ആ മരത്തിനെ ഇല്ല. ഇപ്പം അവിടെ അങ്ങനെ ഒരു ചെടി ഉള്ളതായിട്ട് യാതൊരുവിധ തെളിവുകളും ഇല്ലാതെ ഉമ്മ എല്ലാം കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നു കേസ്. ഇത് മാടമ്പള്ളിയിലെ മീനാക്ഷി. ഇരുന്ന് ആടുന്ന കണ്ടു.
നമ്മൾക്ക് ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആണ്. കറണ്ട് പോയതുകൊണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ആയതല്ല, സത്യം. മഴ ഉണ്ടായിരുന്നു, നമുക്ക് പുറത്തിറങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്റെ വ്ളോഗ് കാണുമ്പോഴത്തേക്കും എപ്പോഴും മഴയാണ്. പക്ഷെ ഇന്ന് പതിവില്ലാണ്ട് ഭയങ്കര ചൂട്. എന്നെ കാണാൻ ആർക്കെങ്കിലും കിട്ടാത്ത പറ്റൂല. ഇനി ആർക്കെങ്കിലും പാലിയാത്തിന് വരാനാണ് പറയണത്. ഇപ്പൊ നിന്റെ വീട്ടിൽ പോകാൻ പറ്റൂലെന്ന് പറയണത്. പിടിക്കണ്ട. നിങ്ങക്ക് കാണാനാ ഞാൻ എടുത്തത്. എന്റെ ചാനലിലുണ്ട് കേട്ടോ, ലിങ്ക് ഞാൻ അയച്ചു തരാം, എല്ലാരും കയറി കണ്ടോളെ. ബാച്ചോ 1998 SSLC ബാച്ചാണ് ഈ ഇരിക്കുന്നത്. പഠിച്ചോണ്ട് നിക്കുമ്പോഴാണ് പ്രസവിച്ചത്. നമുക്ക് പ്രായമൊന്നും ആയി. അല്ല, നിങ്ങളൊക്കെ 14 വയസ്സ്, 9ാം ക്ലാസ്. 10ാം ക്ലാസ്സിലാണ് നമ്മൾ ഒന്നിച്ചു വന്നത്. 2 ക്ലാസ്സിന് ഒന്നിച്ചാക്കിയത്. അത് കഴിഞ്ഞ ശേഷം ഇതെല്ലാം ഏതെല്ലോ രാജ്യത്ത് എവിടെയൊക്കെയോ പോയി. എല്ലാത്തിനും കൂടെ അവിടത്തെ ഇവിടത്തൊക്കെ ഞാൻ പറക്കി കൊണ്ടുവന്നതാണ്. പറക്കി കൊണ്ട് കൊണ്ടുവന്നിട്ട് എനിക്കൊരു മെസ്സേജ് കേൾക്കാൻ ഞാൻ രാവിലെ എനിക്കുമ്പോ 150 മെസ്സേജ്. എങ്ങനെ കേൾക്കുന്നുണ്ട്? ഇതാണ് ഇപ്പം വീടിന്റെ ഉള്ളില് കറണ്ട് ഇല്ലാത്തോണ്ടാണ് പുറത്ത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് അകത്തേന് ഇവർക്ക് ചായ സൽക്കാരൊക്കെ കൊടുക്കായിരുന്നു. സത്യം സത്യം. ഉമ്മ ഇന്നലെ 5 മിനിറ്റ് ഒരു വോയിസ് ഇട്ടു ഗ്രൂപ്പില്. ആണല്ലേ, സിനിമ, ഷോർട്ട് ഫിലിം. അതെ അതെ. എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങള് വൈൻഡപ്പ് അല്ലേ? വീഡിയോ ആണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോ? ഇവരെല്ലാം പോവാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലുള്ളത്. ഞാൻ കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എല്ലാവർക്കും എടുത്തു കൊടുത്ത്. ഇവരെക്കാൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. കാരണം എന്താണെന്നുള്ള ഞാൻ ആദ്യപ്പോഴേ പറഞ്ഞു. ഇവരൊക്കെ കളിയൊക്കെ കാണുന്നുണ്ടല്ലോ, ശരിക്കും അസൂയ തോന്നുന്നുണ്ട്, നല്ല അസൂയ തോന്നുന്നുണ്ട്. കാരണം എനിക്ക് എന്താ പറയുക, കണ്ടെത്താൻ പറ്റുന്ന അത്ര ടെക്നോളജി ഇന്നത്തെ കാലത്ത് ഉണ്ടായിട്ട് പോലും എൻ്റെ കൂടെ പഠിച്ച ആരെയും കണ്ടുപിടിക്കാനും മീറ്റ് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ഇവര് ആ കാണിച്ച ഉത്സാഹം നമ്മൾ പലരും കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആ പഴയ സുഹൃത്തുക്കളെയൊക്കെ നമുക്ക് ഇന്നും കാണാറുണ്ട്. കാരണം ആ സമയത്തുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര പ്യുവറാണ്. ഇപ്പോഴെല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ആവശ്യങ്ങളും അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പേഴ്സണൽ ബെനിഫിറ്റ്സ് എല്ലാവർക്കും ഉണ്ടെന്നല്ല, ചില ആൾക്കാർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെയാണ്, എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ കിട്ടിയിട്ടുള്ള സോഷ്യൽ മീഡിയയിലാണ്. എല്ലാവരും നല്ലതാ. ബട്ട് എന്നാലും നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അതിനാണ് ഏറ്റവും കൂടുതലും വാല്യൂ ഉള്ളത്. ഭയങ്കര ട്രൂ ഹാർട്ട് ആയിട്ടുള്ള, ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ളത് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴായിട്ടും. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇവരെയൊക്കെ യാത്ര അയക്കണം, അതൊന്നും ഞാൻ ഇതിൽ ക്യാപ്ചർ ചെയ്യുന്നില്ല. എല്ലാവരും പോകാൻ വേണ്ടി ഏകദേശം ഇറങ്ങി നിൽക്കുകയാണ്. എല്ലാവരും നല്ല ഹാപ്പിയാണ്, വന്നതിനേക്കാൾ ഹാപ്പി ആയിട്ടാണ് എല്ലാവരും തിരിച്ച് പോകുന്നത്. സോ ടാറ്റ ഗൈസ്. ഇന്നത്തെ വ്ളോഗ് ഞാൻ കംപ്ലീറ്റ്ലി ഇവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. 44 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയിട്ടുള്ള ഈ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പം ഇതുപോലെ ഇനി കണ്ടുമുട്ടാൻ കാത്തിരിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് അവരുടെ സുഹൃത്തുക്കളെ കണ്ടെത്തി അവരെ കാണട്ടെ എന്നുള്ളത് ഞാൻ വിഷ് ചെയ്യുന്നുണ്ട്. അപ്പം ബൈ ബൈ, അസ്സലാമു എന്തൊരു കോലവടി. എന്റെ മോനെ ക്യാമറയിൽ കണ്ടുകൊണ്ട് പറഞ്ഞു
ഒരു ബുദ്ധിമുട്ടുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല, സന്തോഷം. അതെ അതെ.